കഴിഞ്ഞ ഒരാഴ്ച റീൽസ് കണ്ടപ്പോഴേ കുറച്ച് പേരിനോട് ഡി എം കൂടെ ചോദിച്ചു എന്താ ടീച്ചറെ റീൽസ് ഇടാത്തേന്ന്. കുറച്ച് പേര് പറയാണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 200 പേര് അത്രേ ഉള്ളൂ. അല്ല, അതിനിപ്പോ നെഞ്ഞത്തടിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഈ ലോകത്ത് ആരാപ്പം നമ്മുടെ കൂടെ നിൽക്കുന്ന ഉറപ്പുള്ളത്? പിന്നെ അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് അല്ലേ? പക്ഷെ എന്റെ ഓർമ്മകള് അത് എവിടെയും പോവില്ല കേട്ടോ, അത് ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ നമ്മുടെ സെന്റ് മേരീസ് കഥ എവിടെ വെച്ചിട്ടാണ് നിർത്തിയത്? ഞാൻ ലേറ്റ് ആയി വന്നതും കോമൺ റൂം കിട്ടിയതും പിന്നെ നമ്മുടെ ആ ജനാല, അതൊക്കെ അല്ലേ? അങ്ങനെ ഫസ്റ്റ് പി ഡി സി പ്രോവിഡൻസിൽ ചെയ്ത് സെക്കൻഡ് പി ഡി സിക്ക് സെന്റ് മേരീസിൽ ലേറ്റായി ചേർന്ന എന്നെ അധികം ആരും ഒന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇന്നാള് ബിന്ദു പറഞ്ഞെന്തി ഞാൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അന്ന്. എല്ലാരും പേടിയായിരുന്നു, ആരോടും മിണ്ടാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല, ആകെ ഒരു പേടിത്തൂറിന്നേ. പിന്നെ എന്റെ ഒപ്പമുള്ള പി ഡി സിക്കാരെന്നെ അവര് നേരത്തെ ചേർന്നുകൊണ്ട് അവരുടെ വിചാരം അവരേതാണ്ട് സീനിയേഴ്സാന്നായിരുന്നു. പിന്നെ എല്ലാ ഹോസ്റ്റലും ഉണ്ടാവുമല്ലോ ഒരു സുന്ദരി കോതകളുടെ ഗ്യാങ്, ഏതാണ്ട് മിസ്സിന്റെ ചേച്ചി വന്ന മാതിരിയായിരുന്നു അവരുടെയൊക്കെ വിചാരം. നമ്മളൊന്നും ഒരു മൈൻഡും ഇല്ലാന്നേ. എന്താ പറഞ്ഞ അസൂയോ? ഞാൻ അങ്ങനെയാ നിങ്ങക്ക് തോന്നുന്നുണ്ടോ? ഒരു ഇത്തിരി കോംപ്ലക്സ് മെലിഞ്ഞിരിക്കണേന്റെ അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഹിന്ദിയിലെ ഒരു സേയിങ് ഇല്ലേ, ഭഗവാൻ കെ ഘർ മേ ദേർ ഹേ അന്ധേർ നഹീ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു കാര്യം ഉണ്ടായി. മാത്സ് ഡിപ്പാർട്ട്മെന്റില് വീണ എന്ന് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവാൻ മാത്രം ഒരു കാര്യം ഉണ്ടായി. അത് അടുത്ത റീൽസിൽ പറയാട്ടോ.